പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന ഗുരുപൂജയെ അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപങ്ങളെന്ന് കാസർഗോഡ് ബന്തെടുക്കയിലെ സരസ്വതി വിദ്യാലയം അധികൃതരും രക്ഷിതാക്കളും. ഗുരുപൂജ തുടർന്നും നടത്തുമെന്നും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ ആർക്കാണെന്നും ജനങ്ങൾ ഒന്നടങ്കം ചോദിക്കുന്നു. നടത്തിയത് അധ്യാപകരെ ആദരിക്കുന്ന ഗുരുപൂജ ചടങ്ങ്. പ്രചരിച്ചതും പ്രചരിപ്പിച്ചതുമാകട്ടെ കാലുകഴുകലെന്നും പാദപൂജ എന്നും. പതിറ്റാണ്ടുകളായി ചെയ്തു വരുന്ന മഹത്തായ ഒരു ചടങ്ങിനെയാണ് ഒരു വിഭാഗം അപമാനിക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, ഇത്തരം പ്രചരണങ്ങളിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഉൾപ്പെടെ നിർണായകമായ പഠന രീതിയെ കൂടിയാണ്. 27 വർഷമായി ഇവിടെ സ്കൂൾ നടത്തുന്നു. അന്ന് തൊട്ടേ നടത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പം 28ാം വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ എന്നോർത്തൊരു പ്രതീകാത്മകമായിട്ടാണ് നടത്തിയത്. ഗുരുവിനെ പൂജിക്കാനും അവരെ സ്നേഹിക്കാനും മുതിർന്നവരെ ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ളൊരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക. ഇപ്പം മൂല്യബോധം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ കുട്ടികൾ മൂല്യബോധമുള്ള കുട്ടികളായിട്ട് വളരണമെന്ന് ഏത് രക്ഷിതാവാണ് ആഗ്രഹിക്കാത്തത്? അപ്പോൾ ആ ഒരു ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളെ രക്ഷിതാക്കൾ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് രക്ഷിതാക്കളോട് തന്നെ നേരിട്ട് ചോദിക്കാം. മുതിർന്നവരെ ബഹുമാനിക്കാനും ഗുരുക്കന്മാരെ ആദരിക്കാനും പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇല്ലാത്ത പ്രശ്നം ആർക്കാണെന്ന് ഏവരും ഒറ്റക്കെട്ടായി ചോദിക്കുന്നു. മാത്രമല്ല, മക്കൾ അധ്യാപകർക്ക് കുഴിമാടം ഒരുക്കുന്നവരും അപമാനിക്കുന്നവരുമായി വളരുകയാണോ വേണ്ടത് എന്നുമാണ് ഇവരുടെ ചോദ്യം. ഇവർക്ക് ഇത്രയും ബുദ്ധിയില്ലാതായി പോയല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അവർ വലിയ കൊട്ടിഘോഷിക്കുന്ന ഇപ്പോഴത്തെ പുരോഗമന വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് അത് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നതാണ്. ഇവിടുത്തെ കേരള സർവകലാശാലയിലെയും മറ്റേ ഇവരുടെ പ്രകടനം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ്. അവർക്ക് എത്രമാത്രം പുരോഗമനം ഉണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. ഒരു 10 വർഷമായി ഈ സ്കൂളുമായിട്ട് ഞാൻ അടുപ്പത്തിലാണ്. എല്ലാ കൊല്ലവും, അതായത് എൻ്റെ മക്കളെ ചേർത്ത് അന്ന് തൊട്ടിന്ന് വരെ ഗുരുപൂജ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം എന്താണ് ചടങ്ങ്, എങ്ങനെയാണ് ചടങ്ങ്, ഏത് രീതിയിലാണ് നടത്തുന്നത്, ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അനാവശ്യ വിവാദം വന്നപ്പോൾ അത് ശരിക്കും വിഷമായി. പുറത്തുനിന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ഭയങ്കര പരാതിയായിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ആർക്കാണ് പരാതി? ഇവിടെ ഈ ഗുരുപൂജ നടത്തിയ കുട്ടികൾക്ക് പരാതിയില്ല, പാരൻസിന് പരാതിയില്ല, ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് പരാതിയില്ല. പിന്നെ ആർക്കാണ് ഇവിടെ പരാതി എന്നൊരു ചോദ്യം നമ്മൾ അങ്ങോട്ട് തരികയാണ്. ഈ സരസ്വതി വിദ്യാലയം എവിടെയാണെങ്കിലും സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ നാളെ ഒരിക്കലും ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇവരെ കൊണ്ട് നാടിന് ദോഷമുണ്ടാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അവർ തലകുനിക്കേണ്ടി വരില്ല. നല്ല ശീലങ്ങൾ പാലിക്കുന്ന ആൾക്കാർ എങ്ങനെ തലകുനിച്ച് ജീവിക്കേണ്ടി വരിക? അവർ തല ഉയർത്തി തന്നെ ജീവിക്കും. ഒരാളുടെ അച്ഛനെയും അമ്മയുടെയും ഗുരുവിൻ്റെ ഒക്കെ അനുഗ്രഹം വായിക്കുന്ന ഇത്രയും നല്ലൊരു മഹത്തായ കാര്യം എങ്ങനെ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്? അത് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തങ്ങൾ നടത്തിയ ഗുരുപൂജയെക്കുറിച്ച് ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളിൽ വിദ്യാലയത്തിലെ കുരുന്നുകളും ഏറെ വിഷമത്തിലാണ്. അവർ വന്നിട്ടാകുമ്പോൾ പുഷ്പം അർപ്പിച്ചു, കാലില് എന്നിട്ട് അനുഗ്രഹം വാങ്ങി. ഇത് ഈ പുറത്തിറക്കുന്ന വാർത്തയൊക്കെ ശ്രദ്ധപ്പെട്ടോ? വിഷമം തോന്നി. അപവാദ പ്രചരണങ്ങളെ ചിലരുടെ ദുഷ്ടലാക്കാണെന്ന് പറയുന്ന ഇവർ സമൂഹത്തിന് ബാധ്യതയാവാനല്ല മാതൃകയാകാനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നും ഉറച്ചു പറയുന്നു. ജനം, കാസർഗോഡ്.